ഹലോ, നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴത്തോറും മുമ്പ് സീരിയലിൻ്റെ ഒരു പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ ദിവസം വളരെ വിഷമിപ്പിക്കുന്ന, നമുക്ക് സങ്കടം തോന്നുന്ന, ചങ്ക് പൊട്ടുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ നമ്മൾ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ. അതായത് നമ്മുടെ അലീനെ വൈജ വന്നിട്ട് പറയുകയാണ്, നീ എന്തായാലും ഇവിടെ നിന്ന് പോയേ പറ്റൂ, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിർത്തത്തില്ല, അതുകൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് നീ ഇറങ്ങുക എന്ന് എന്നെ വൈജ കണിശം പറയണം കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. അപ്പോൾ ഈ അലീനയ്ക്കാണെങ്കിൽ ആളിനൊന്നും ഒരു ബലമില്ലാണ്ട് അങ്ങോട്ട് മറിഞ്ഞു പോവാണ്. ഈ സ്റ്റെപ്പ് കയറാൻ എങ്ങനെയെന്നുള്ള രീതിയിൽ അലീന മേപ്പോട്ട് നോക്കുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ചെല്ല്, നിന്നതേ വിളിക്കുന്നുണ്ട്, ചെല്ല്, എന്താ കാര്യമെന്ന് കേട്ടിട്ട് വാ, ഇന്നും കൂടെ അല്ലേ ഉള്ളൂ നിൻ്റെ ഈ സേവനം എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വൈജ. അത് കഴിഞ്ഞ് നമ്മുടെ അലീന പതിയെ പതിയെ ആ മേലിലോട്ട് സ്റ്റെപ്പിലോട്ട് കയറുകയാണ്. കയറി ചെല്ലുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് വരാൻ ഇത്രയേറെ താമസം? ഞാൻ നിന്നെ 2 പ്രാവശ്യത്തോളം ബെല്ലടിച്ച് വിളിച്ചുവല്ലോ. അത് ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. എന്തായി കാര്യങ്ങൾ, നീ എന്ത് തീരുമാനിച്ചു എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാവം നമ്മുടെ അലീന പറയുന്നുണ്ട്, സാറേ, എന്തിനാണ് എന്നോട് ഈ രീതിയിൽ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ക്രൂശിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഇടയിൽ കിടന്ന് മരിക്കണേന് തുല്യമായിട്ട് ഞാൻ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. ഞാൻ പൊക്കോട്ടെ സാറേ, എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ സാറും മനുവേട്ടനാണ്. ആ മനുവേട്ടൻ പറഞ്ഞിട്ട് പോലും ഞാൻ പോയില്ല. എനിക്കൊരു എറണാകുളത്ത് എൻ്റേതായ രീതിയിൽ ഒരു ചെറിയൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്, നിന്നെ ഞാൻ അവിടെ കൊണ്ടാക്കാമെന്ന് മനുവേട്ടൻ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ പോയില്ല, ഞാൻ പൊക്കോട്ടെ സാറേ, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് നിങ്ങളെല്ലാവരും കൂടെ വിഷമിപ്പിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണണമെന്നും എൻ്റെ കൂടപ്പുറപ്പുകളെ ഒന്ന് കാണണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ സാർ. പ്ലീസ് സാർ, എന്നെ ഒന്ന് വിടൂ സാർ, ഞാൻ പൊക്കോട്ടെ. നിങ്ങൾ തമ്മിൽ ഒരു പിണക്കവും വെക്കേണ്ട, എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒരു കുടുംബം പോലെ സ്നേഹത്തോടെ നിങ്ങൾ ജീവിക്കണമെന്നൊക്കെ അലീന കരഞ്ഞ് അപേക്ഷിക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ്റെ കാലെ പിടിക്കും പോലെ അലീന കിടന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കെന്ത് എളുപ്പത്തിന് നീ പറഞ്ഞു, ഇത്രയും വർഷം എന്നെ വഞ്ചിച്ച് അവളോട് ഞാൻ എങ്ങനെ ക്ഷമിക്കണമെന്നാണ് നീ പറയണത്? ഒരു മോൾക്ക് ജന്മം നൽകി ആ കുഞ്ഞിനെയും വലിച്ചെറിഞ്ഞ് മറ്റൊരു വിവാഹം കഴിച്ചിട്ട് അവൾ ഇപ്പോഴും ഈ ഒരു രഹസ്യം ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് പറയാണ്ട് അവൾ ഒളിച്ച് ഈ അഹങ്കാരത്തോടു കൂടി അവൾ ജീവിക്കുന്നു. യാതൊരുവിധ ആ ഒരു പാപം ചെയ്തതിനെക്കുറിച്ച് യാതൊരുവിധ ഒരു ഇതും ഇല്ലാണ്ട് അവൾ ആ രീതിയിൽ ജീവിക്കുന്നവൾ. ഇപ്പോൾ പോലും അവൾ ഇത്രയും നാളിനിടയിൽ വന്നിട്ട് ചോദിക്കുന്നില്ല, ബാലേന്ദ്ര എന്താണ്, അവൾ കൊല്ലും കണക്ക് അവൾ ഇതായിട്ട് കൊണ്ടാണ് അവൾ എൻ്റെ മുമ്പിൽ വരുന്നത്. അവളോട് ഞാൻ ക്ഷമിക്കാനോ? ഒരിക്കലുമില്ല. അവളുടെ മുന്നിൽ എനിക്ക് ജയിക്കാനുള്ള എൻ്റെ തുറുപ്പാണ് നീ അലീന. നീ എൻ്റെ പെറ്റാണ്, എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എനിക്ക് നീ. കാരണം നിന്നെപ്പോലൊരു കുഞ്ഞ് എവളെപ്പോലെയുള്ള ഒരുത്തിക്ക് എങ്ങനെ ജനിച്ചു എന്നുള്ളതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന ഫുള്ള് കരച്ചിലാണ് കേട്ടോ, കരഞ്ഞ് വല്ലാണ്ടങ്ങ് ആവുകയാണ്. എൻ്റെ അലീന കുറേ പറഞ്ഞുവെങ്കിലും ബാലചന്ദ്രൻ കർക്കശം പറഞ്ഞു, നീ ഇവിടെ നിറങ്ങുകയാണെങ്കിൽ നിൻ്റെ അമ്മയുടെ ജീവിതം തന്നെ നശിക്കാൻ പോവുകയാണ് അലീന. എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഒരു നിമിഷം പോലും പിന്നെ ഇവിടെ നിൽക്കില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ ബാലചന്ദ്രൻ കർക്കശം പറയാണ്. അലീന കുറേ കരഞ്ഞ് കാലി പിടിച്ച് അപേക്ഷിച്ചിട്ടും ബാലചന്ദ്രൻ ഒന്നും അടുക്കുന്നില്ല. നിൻ്റെ അമ്മയുടെ ജീവിതം നിനക്ക് വേണ്ട, അല്ലെങ്കിൽ ഇനി അങ്ങനെ അമ്മയ്ക്കൊരു ജീവിതം വേണ്ട എന്നുണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പൊക്കോളുക എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. ഇതൊക്കെ കേട്ട് കരഞ്ഞ് ഏങ്ങി പിടിച്ച് അലീന താഴോട്ട് വരണം. അപ്പോൾ നമ്മുടെ വൈജ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇത്രയും നേരമായി പോയിട്ട് അവിടെ എന്തെടുക്കുകയാണ്. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് താഴെ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, മാഡം എന്നോട് ഇനി ഒരിക്കലും പോകാൻ പറയല്ലേ മാഡം, എനിക്ക് ശമ്പളം തരണ്ട, ഞാൻ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്തോളാം മാഡം, പ്ലീസ് മാഡം, നീ എൻ്റെ ഒരു അഭിനയം ഒന്നും കാണിക്കേണ്ട. എന്തായാലും വൈജയന്തിക്ക് ഒരു വാക്കേ ഉള്ളൂ, നിന്നെ ഇന്ന് ഇവിടെ നിന്ന് ഇറക്കുമെന്ന് വെച്ചാൽ നിന്നെ ഇറക്കിയിരിക്കും. അതിന് ബാലചന്ദ്രൻ എന്നെ വെടിവെച്ച് കൊന്നാലും ശരി, നിന്നെ ഞാൻ ഇറക്കിയിരിക്കുക, ഇല്ലെങ്കിൽ എൻ്റെ പേര് നീ മാറ്റിക്കൂടിയെന്ന് തന്നെ വൈജയന്തി വെല്ലുവിളിക്കണം. പ്ലീസ് മാഡം, ഞാൻ ഇവിടെ നിന്ന് പോയാൽ മാഡത്തിൻ്റെ ജീവിതമാണ് തൊലഞ്ഞു പോകുന്നത്, എനിക്ക് ആ ഒരു അവസ്ഥയിലോട്ട് മാഡം കൊണ്ടെത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലീന കരയാണ്. ഞാൻ കാല് പിടിക്കാം മാഡം, അതൊന്നും വൈജ ചെവിക്കൊള്ളുന്നില്ല. ആ സമയത്താണ് പുറത്തൊരു കാറ് വന്ന് ബെല്ലടിക്കുന്നുണ്ട്, കോളിംഗ് ബെല്ല്. അപ്പം നമ്മുടെ രാജീവും അതിനോടൊപ്പം നമ്മുടെ ഹരിശങ്കറും കൂടെ വന്നിട്ടുണ്ട്. ഹരിശങ്കർ രാജീവിൻ്റെ കൂടെ ചാടിക്കയറി പോകുന്നുണ്ട്. കാരണം അലീനെ പുറത്ത് കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന ആ ഒരു സീനൊന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവ മല്ലായിട്ട് വന്നതാണ്. അങ്ങനെ രാജീവ് വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ വരെയും ഇന്ന് രാവിലെ വരെയും വൈജ പറഞ്ഞപ്പോഴും നീ
പോകാൻ തയ്യാറായിരുന്നല്ലോ, പിന്നെ എന്താണ് നിനക്ക് മനമാറ്റം? എന്തേ ബാലചന്ദ്രൻ നിന്നെ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്തോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ സാർ ഞാൻ ഇവിടെ നിന്നോളാം സാറേ, എന്നെ പുറത്ത് നിങ്ങളെ വെളിയിലാക്കല്ലേ, എന്നെ അങ്ങനെ ആക്കിയ മാഡത്തിൻ്റെ ജീവിതത്തിന് അത് വേറെ ഭയങ്കര ഇതാവും എന്നൊക്കെ ഉള്ള രീതിയിൽ പറയണം. അയ്യോ നീ അത്ര വലിയ ത്യാഗമൊന്നും മാഡത്തിന് വേണ്ടി ചെയ്യേണ്ടെന്ന് രാജീവ് പറയുന്നുണ്ട്. അതെ, നിന്നോട് അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നീ പോകുന്നുണ്ടോ ഇല്ലയോ? നിൻ്റെ അടുത്ത് മാന്യമായിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹരി രോഹിത്തിൻ്റെ റൂമിലോട്ട് പോകണം. ബബിതയും കൃഷ്ണയും ഇവിടെ തന്നെ ഉണ്ട് ഹാളിൽ. എന്നിട്ട് രോഹിത്ത് ചോദിക്കുക, നീ ഇതെപ്പോൾ വന്നു? അപ്പോൾ ഹരി പറയും, ഞാൻ എൻ്റെ അങ്കിളുടെ കൂടെ വന്നതാണ്. വാ, നീ താഴോട്ട് വാ, അലീനേനെ പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന രംഗം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ രോഹിത്ത് പറഞ്ഞു, ആണോ, അവളെ പുറത്താക്കുമോ? അങ്ങനെ ഹരിയും രോഹിത്തും കൂടെ വീണ്ടും താഴോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, രോഹിത്ത് എവളെ ബാഗൊക്കെ എടുക്കടാന്ന് പറയുന്നുണ്ട്. ഇതിന് വൈജയുടെ അടുത്ത് പറയുന്നുണ്ട്, എവളെ നീ പിടിച്ച്. അങ്ങനെ വൈജയും രാജീവും കൂടെ കയ്യെ പിടിക്കുന്നുണ്ട്. രോഹിത്ത് ബാഗ് എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ രോഹിത്തും കൂടെ ചേർന്ന് ഇവള് കിടന്ന് കൊതറുകയാണ് നമ്മുടെ അലീന പാവ. എന്നിട്ട് ബബിത ആ സമയം വന്ന് എങ്ങ് പൊത്തി പിടിക്കാനുണ്ട്. അലീനയ്ക്ക് സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ വേണ്ട, അമ്മേ വേണ്ട, കാരണം ഇത്രയും നാൾ നമുക്ക് ആഹാരമുണ്ടാക്കി നമ്മളെ വസ്ത്രങ്ങൾ കഴുകി നമ്മളെ നോക്കിയ ചേച്ചിയാണ്, സ്വന്തം ചേച്ചി പോലെയാണ് അലീനയെ നമ്മുടെ കൃഷ്ണമോൾക്ക്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, വേണ്ട അമ്മേ, വേണ്ട എന്ന്. പക്ഷേ ഈ അലീനയുടെ സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി രാജീവ് പറഞ്ഞിട്ടാണ് ബബിത പൊത്തി പിടിക്കുന്നത്. അങ്ങനെ അലീന കിടന്ന് കുറേ കൊതിരെങ്കിലും ഹരിയും കൂടെ ചേർന്ന് പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഗേറ്റിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് അങ്ങ് തള്ളി ഇങ്ങ് റോഡിലോട്ട് വിടാണ്. അപ്പോഴേക്കും ആൾക്കാർ അതിലെ നടന്നു പോയവർക്ക് ഇതെന്താണ് ഈ വീട്ടിൽ, ഇതെന്തിനാ ഈ പെങ്കൊച്ചിനെ ഇങ്ങനെ നിങ്ങൾ പുറത്താക്കണം എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറഞ്ഞ, അതെ, എവള് എൻ്റെ വീട്ടിൽ ജോലിക്കാണ് വന്നവളെ, അവൾക്കിപ്പോൾ വീട്ടമ്മയാവണം. അപ്പോൾ എന്നാലും ഒരു പെൺകുട്ടിയല്ലേ, ഇവള് പെൺകുട്ടിയല്ലേ, ഇവളെ രാക്ഷസി. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, അതിനെ മുഖം കണ്ട ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ചാണല്ലോ, എന്തായാലും ഒരു പെങ്കൊച്ചല്ലേ, ആ ഒരു പരിഗണന നിങ്ങൾക്ക് കൊടുത്തൂടെ? അപ്പോൾ വൈജ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഞങ്ങളുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടേണ്ട, ഇത് പോലീസ് ഇപ്പോൾ വരും, അതുകൊണ്ട് നിങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുക, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് വൈജ മാസം ഡയലോഗ് അടിക്കുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ ഹരിശങ്കർ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞാൽ നീ ഇറങ്ങി പോകത്തില്ല ലേഡി എന്ന് പറഞ്ഞു, ഇപ്പം നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ അലീനെ പതുക്കെ എഴുന്നേറ്റു, ആ റോഡിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഹരി ഈ ഡയലോഗ് പറഞ്ഞത്, പിന്നൊന്നും നോക്കിയില്ല, ഈളുത്തൊരെണ്ണം കൊടുത്ത് ഹരി കറങ്ങി വൈജയുടെ പുറത്താണ് ചെന്ന് വീണത്. നീ എന്തിനാടി അവനെ തല്ലിയെന്നും പറഞ്ഞിട്ട് വൈജ വീണ്ടും ചെല്ലുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇത് അവന് പണ്ടേ ഞാൻ ഓങ്ങി വെച്ചിരുന്നതാണ്, ഇപ്പോഴെങ്കിലും നിനക്ക് തരട്ടെ, ശരി ഞാൻ ഇവിടെ നിന്ന് പോവാണ് ഇനി. എന്നിട്ട് വൈജയുടെ തലീനെ പറയുന്നുണ്ട്, ഇനി എപ്പോഴെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോയതിൻ്റെ ആ ഒരാഘാതം മേഡത്തിനുണ്ടാകും, അന്ന് മേഡം താങ്ങില്ലത്, അന്നേരം മേഡത്തിന് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ മേഡം എന്നോട് എൻ്റെ അടുത്ത് വരണം, ഞാനുണ്ടാവും മേഡത്തിനെ സമാധാനിപ്പിക്കാനായിട്ട്. ഞാൻ നിന്നോട് നിൻ്റെ പ്രസംഗമൊക്കെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോടി, ഇനി മേലിൽ ഈ വീട്ടിൽ നിൻ്റെ കാലെടുത്ത് വെച്ച് പോരുതെന്ന് പറയുന്നുണ്ട് വൈജ. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, നിന്നെ ഇറക്കി വിടാൻ പറ്റില്ല എന്നാണോ നീ വിചാരിച്ചത്, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് രാജീവും എല്ലാവരും കൂടെ അങ്ങോട്ട് ചിരിക്കുകയാണ്. അപ്പോൾ അലീന താഴ്ന്ന് ബാഗൊക്കെ എടുത്ത് പതുക്കെ തോളത്തൊക്കെ തൂക്കി ആ വീടൊക്കെ നോക്കി അമ്മേനെ ഒരിക്കൽ കൂടെ നോക്കിയിട്ട് നിൽക്കുകയാണ്. കൃഷ്ണമോള് ദൂരെ നിന്ന് കരയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ കോളിംഗ് ബെല്ല് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഓടി മേളിൽ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ആരാ വന്നത്? അത് രാജീവ് അങ്കിളും ഹരിയേട്ടനും വന്നിട്ടുണ്ടെന്ന് പറയും. അലീന എവിടെ? അപ്പോൾ ആ കൃഷ്ണമോൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. അലീന എവിടെയാണെന്നാണ് നിന്നോട് ചോദിച്ചത്. അത് അലീനേച്ചിനെ പുറത്താക്കി. അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ കൃഷ്ണമോൾ അച്ഛനോട് പറയുന്നുണ്ട്. ഇത് കേട്ടതും നമ്മുടെ ബാലേന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് ഒരു ബാഗ് എടുത്ത് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് താഴോട്ട് ഇറങ്ങി വരണം. അപ്പോൾ കൃഷ്ണമോള് കയ്യിൽ പിടിക്കുന്നുണ്ട്. അച്ഛൻ എങ്ങോട്ടാണ് ഈ പോണത്? അപ്പോൾ ഇറങ്ങി നേരെ കാറിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ബബിത, ഇവർ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് എല്ലാവരും, അലീന പോകുന്നതും കണ്ട് ചിരിച്ചുകൊണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ദേ അമ്മേ, അച്ഛൻ ബാഗൊക്കെ ആയിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ആ നിമിഷം തന്നെ ബാഗും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കാറിലെടുത്തിട്ടിട്ട് ആ ബാലേന്ദ്രൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ രാജീവ് തടയാൻ ശ്രമിച്ചെങ്കിലും കാറ് വെട്ടിച്ചെടുത്തുകൊണ്ട് ബാലേന്ദ്രൻ പോവുകയാണ്. അവസാനം വൈജയന്തിക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ഇതെന്തിനാ അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത്? ദേ പോണു ബാലേന്ദ്രൻ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മൾ എന്തിനാ അലീനേനെ പുറത്താക്കിയത്? അപ്പോൾ ഈ ആർക്കും ഒന്നും മനസ്സിലാവില്ല. രാജീവും നമ്മുടെ വൈജയും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. കൃഷ്ണമോൾ ഒരേ കരച്ചിലും. അപ്പോൾ ഇതിൽ ഇനി എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് ആർക്കും മനസ്സിലാവില്ല. ഈ എപ്പിസോഡാണ് നാളെ വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ഈ മഴ തോറും മുമ്പ് സീരിയലിൻ്റെ
പ്രൊമോസ് ഒന്ന് കാണണം. നാളത്തെ അടിപൊളി വമ്പൻ ട്വിസ്റ്റ് സീനാണ് നാളെ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ മുത്തുമണികളെ.